അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു സ്റ്റോറിയാണ് ഞാൻ സംസാരിക്കുന്നത്. പുലയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ ഒരു നിലം എന്നൊക്കെയാണ് നമുക്ക് അതിന് അർത്ഥം വരുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ അധിപർ, അതായത് കൃഷിയിടങ്ങളുടെയും അല്ലെങ്കിൽ നിലത്തിൻ്റെയും അധിപർ എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് കാലത്ത് അവരിവിടെ ബ്രാഹ്മണിക്കൽ ഇൻഫ്ലുവൻസ് വരുന്നതിന് മുമ്പേ തന്നെ ഇവരിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അവർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ബ്രാഹ്മണിക്കൽ ഇൻഫ്ലുവൻസ് വന്നതിന് ശേഷമാണ് അവരെ അടിമകൾ പോലും ആക്കുന്നത്. നമ്മൾ സംഘ ലിറ്ററേച്ചറൊക്കെ നോക്കുകയാണെങ്കിൽ സംഘ കാലഘട്ടത്തിൽ പുരനുരു എന്ന് പറയുന്ന ലിറ്ററേച്ചറിനകത്തിലൊക്കെ ഈ കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള എവിഡൻസ് നമുക്ക് വരുന്നത് തിരുസപ്പള്ളി കോപ്പർ പ്ലേറ്റുകളിൽ നിന്നാണ്. ആ കോപ്പർ പ്ലേറ്റിലുള്ള ഇൻസ്ക്രിപ്ഷൻ പ്രകാരം അന്ന് അവിടുത്തെ രാജാവ് അവിടുത്തെ നിലം തിരുസപ്പള്ളി ചർച്ചിന് വിൽക്കുകയും ചെയ്യുന്നു. അന്ന് അവിടെ നിലത്തിൽ പണിയെടുത്തവരെയും കൂട്ടത്തിൽ വിൽക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് വരുന്ന ഏകദേശം ഒരു 900 കാലഘട്ടങ്ങളിൽ ഒരു 10th സെഞ്ചുറി CE ഒക്കെ വരുന്ന സമയത്ത് തൃക്കാക്കര ടെമ്പിളിലെ വട്ടെഴുത്ത് ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തീശ്വര കോത എന്ന് പറയുന്ന ഒരു ലോക്കൽ ചീഫ്റ്റൻ തൃക്കാക്കര ക്ഷേത്രത്തിന് ഒരു തിരുനന്ത വിളക്ക് കൊടുക്കുന്നു, അതായത് ഒരിക്കലും കെടാത്ത വിളക്ക്. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന പെരുവയൽ എന്ന് പറയുന്ന ഒരു വയലും അതിൻ്റെ കൂട്ടത്തിൽ വിൽക്കുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ വയലിൽ പണിയെടുത്തവരെയും വിൽക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനകത്തിൽ പുലയർ എന്ന് പറയുന്ന വാക്കുകളും അവരെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് അവരെയൊക്കെ ഒരു അടിമ കച്ചവടം ഒക്കെ ചെയ്യാൻ തുടങ്ങി എന്നുള്ള ഒരു ഹാർഡ് ഡാർക്ക് ട്രൂത്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 8ാം നൂറ്റാണ്ടിന്റെയും 12ാം നൂറ്റാണ്ടിന്റെയും ഇടയിൽ കേരളത്തിലുള്ള ഭൂസ്വത്ത് കേന്ദ്രീകരണം അല്ലെങ്കിൽ ക്ഷേത്ര കേന്ദ്രീകരണ ഭരണം വരുമ്പോഴത്തേക്കാണ് ഇവരെ ശരിയും പറഞ്ഞ ഒപ്രസ്ഡായി മാറുന്നത്. ഇവരെ അടിമ കച്ചവടം ചെയ്യുകയും, കാരണം ഇവരൊന്നും ഒരിക്കലും ഇങ്ങനെ വസ്തുവകൾ അല്ലെ സ്വത്തുക്കളൊന്നും ഇങ്ങനെ കൈവശം വെച്ച് ഭരിക്കണം എന്നൊന്നും വിചാരിച്ചവരായിരുന്നില്ല. വയലുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ പണിയെടുത്തിരുന്ന ഒരു ജനത. ചരിത്രങ്ങളിൽ നിന്നും പലതും മാഞ്ഞെങ്കിലും ഇന്നും മായാത്തൊരു പേരാണ് പുലയർ.